കണക്കുകൾ അപ്പപ്പ തീർക്കണം. അതാണ് എന്റെ മാർഗം. നീർക്കോലി കളിച്ചാലും അത്താഴം മുടങ്ങും. നിങ്ങൾ ചെയ്തു വലിയ തെറ്റായിപ്പോയി, പ്രത്യേകിച്ചും ഈ സന്ദർഭത്തിൽ. വേണു സാർ ഭയപ്പെടേണ്ട. എന്ത് സംഭവിച്ചുവോ അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു. ഇനി നാളെ പുറപ്പെടേണ്ട കാര്യത്താണ് ഭയമെങ്കിൽ നമുക്ക് പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെടാം. ഉടനെ അയ്യെ വിളിച്ച് വിവരം പറയൂ. മോനെ, അമ്മാവനെ കണ്ട് അനുഗ്രഹം വാങ്ങണം. സമയായി. രാഹുകാലത്തിന് മുമ്പ് ഇറങ്ങണം. സാർ, ജനങ്ങൾ ക്ഷോഭിച്ചിരിക്കുകയാണ്. ഇത് പറയാനാണോ നിങ്ങൾ ഇവിടെ നിൽക്കുന്നത്? അവരെ മാറ്റണം. പറഞ്ഞതനുസരിച്ചില്ലെങ്കിൽ അവർക്ക് അടിച്ചോടിക്കും. അടിക്കാൻ ഞങ്ങൾക്ക് ഓർഡേഴ്സ് ഇല്ല. സാർ വന്നോ? ഞങ്ങൾ പുറപ്പെടേണ്ട മുഹൂർത്തം കഴിഞ്ഞു. ആളുകളെ മാറ്റാൻ ഓർഡർ കൊടുക്കും. മിസ്റ്റർ കരുണാകരൻ, ഞാൻ നിങ്ങളെ അറസ്റ്റ് ചെയ്യാനാണ് വന്നത്. എന്തിന്? സഹാബ് കൃഷ്ണപിള്ളയുടെ കൊലപാതകം സംബന്ധിച്ച് നിങ്ങളെ ചോദ്യം ചെയ്യാൻ. കൃഷ്ണപിള്ളയെ കൊല ചെയ്തു. അതിനെന്നെ ചോദ്യം ചെയ്യേണ്ട കാര്യം? നിങ്ങൾ കുറ്റക്കാരനായതുകൊണ്ട്. എന്നെ കുറ്റക്കാരനാക്കാൻ നിങ്ങൾക്ക് എന്താ തെളിവ്? ഞാൻ സഖാവ് കൃഷ്ണപിള്ളയെ കൊല്ലാൻ ആളയച്ചതിനും അദ്ദേഹത്തെ കൊന്നതിനും ദൃക്സാക്ഷിയാണ് ഞാൻ. നിങ്ങളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. കോൺസ്റ്റബിൾ, മാർഗതടസ്സം സൃഷ്ടിക്കരുത്. ഇവിടെ നിന്ന് പിരിഞ്ഞു പോകണം. ഇല്ലെങ്കിൽ ഞങ്ങൾ ബലം പ്രയോഗിക്കേണ്ടി വരും. ഞങ്ങൾ അക്രമത്തിനൊന്നും വന്നവരല്ല സാറേ. ഈ നിൽക്കുന്ന മനുഷ്യന് വോട്ട് നൽകി നിയമസഭയിലേക്ക് അയച്ച വോട്ടർമാരാണ് ഇവർ. സാറും ഈ കുപ്പായച്ച ഞങ്ങളെ പോലെ വോട്ടറല്ലേ. ഇവനെ ജയിപ്പിച്ചത് ഞങ്ങളാണ്. നാട്ടുകാരെ പറ്റിച്ച് കാര്യം മാറിയ അങ്ങ് ഇനി ഞങ്ങൾക്ക് വിശ്വാസമില്ല. ഇനി ഞങ്ങൾ പ്രതിനിധികളല്ല. സഖാവ് കൃഷ്ണപിള്ളയുടെ ജീവന് പകരം ചോദിക്കാനല്ല ഞങ്ങൾ വന്നത്, അദ്ദേഹത്തിന്റെ ആദർശങ്ങൾ നടപ്പിലാക്കാനാണ്. നിനക്ക് വോട്ടൊന്നും ജയിപ്പിച്ച് നിയമസഭയിലേക്ക് അയച്ച് ഞങ്ങളെ വഞ്ചിച്ച് ഇനിയും നിനക്ക് സ്ഥാനമേൽക്കണമെന്നുണ്ടെങ്കിൽ വണ്ടി ഞങ്ങളുടെ നെഞ്ചത്തൂടെ.